ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് അസ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പായസാട്ടം ഉണ്ടാക്കാൻ പോണേ. ചെറുപയർ പരിപ്പ് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പൊ നമുക്ക് ആ പരിപ്പൊന്ന് നല്ലോണം വറുത്തെടുക്കട്ടോ. അത് നല്ലോണം വറുത്തെടുക്കണം. നല്ലോണം മൂക്കണ വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമ്മളെ വറവ് ഇവിടെ റെഡിയായി. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് പായസത്തിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വെക്കട്ടോ. ശർക്കര പാനിയാക്കാം. ഇടുക. അപ്പൊ നമ്മൾ പയറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടോ. പയറൊന്ന് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. നല്ലോണം വറുത്തൊക്കെ എടുത്തതാണ്. നല്ലോണം കഴുകിയിട്ട് നമുക്ക് വേവിക്കാനുണ്ട് കേട്ടോ. നമുക്കത് കുക്കറിലേക്ക് ഇട്ടെടുക്കാം. നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചാണ് വേവിക്കുന്നത്. രണ്ടാമത്തെ പാലാണ് നമ്മളതിലേക്ക് ഒഴിച്ചെടുത്ത് വേവിക്കാൻ വെക്കുന്നത്. പിന്നെ ശർക്കര വരെ പാനിയായി വരുന്നേ ഉള്ളൂ. ശർക്കര വരെ പാനിയായി. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് പയറ് വേവാനിട്ട് ഒരു 3-4 വിസിൽ വരട്ടെട്ടോ. അപ്പോഴേക്ക് നമുക്ക് തേങ്ങക്കൊന്ന് പാലെടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കാം. വല്ല മണ്ണോ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് അരിച്ചു വെക്കാം. പക്ഷെ ഒന്നുമില്ല കേട്ടോ, പറയാൻ വേണ്ടി ഒന്നുമില്ല. എന്നാലും നമുക്കൊന്ന് അരിച്ചെടുത്ത ഒരു വൃത്തിയാവല്ലോ. ഇത് അരിച്ചൊഴിച്ച് നമ്മൾ പയറ് വെന്തോ നോക്കാം. പയറ് ലേശം വേവാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടെ കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ട് അപ്പൊ നല്ലോണം വെന്തുണ്ട് കേട്ടോ. ഇത് നമുക്ക് ശർക്കര പാനിയിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ആ പാത്രത്തിലെല്ലാം നമ്മൾ വേറെ ശർക്കര പാനി ഒഴിച്ച പാത്രത്തിൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകും കേട്ടോ.
നമുക്ക് അതിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ കൊച്ചുമോനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കുക്കറൊക്കെ ഒന്ന് പിടിച്ചു തരുന്നുണ്ട്. നമുക്ക് ശർക്കരപ്പാനി അതൊന്ന് ശരിക്ക് ഒന്ന് രണ്ടാം പാലൊഴിച്ച് നമുക്ക് അത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കട്ടോ. തേങ്ങൻ്റെ രണ്ടാമത്തെ പാലാണ്. ഫസ്റ്റ് പാല് നമുക്ക് ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് ഒഴിക്കരുത് കേട്ടോ. അപ്പൊ അതെല്ലാം അതിൽ ഒഴിച്ച് നമ്മൾ നല്ലോണം കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള പായസം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പയറ് പായസം പണ്ടേ ഉണ്ടാക്കുന്ന ചെറുപയറിൻ്റെ പായസമാണ്. എന്നാലിപ്പൊക്കെ സേമിയ അടാക്കല്ല എല്ലാവരും വേഗം ഉണ്ടാക്കുക. നമുക്കൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാന്നുള്ളൊരു ഇതായി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം അതിൻ്റെ കട്ടൊക്കെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഒന്ന് കുറുക്കിയെടുക്കണത് ഒക്കെ വെന്തതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാണ്ട്. നല്ലോണം ആ പയറൊക്കെ ഒന്ന് കട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ഏലക്കായ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒന്ന് പൊടിച്ചത് കഴിഞ്ഞപ്പോൾ ഒന്ന് ചതുക്കിയെടുത്തതാണ്. ഒക്കെ അതൊന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു സാധനം കൂടെ ഇടാനുണ്ട്. ഒന്ന് കുറുകി വന്നിട്ട് ഇതാ വിചാരിച്ചിട്ടാണ്. നല്ല ജീരകം വറുത്ത് പൊടിച്ചതാട്ടോ. നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 2 സ്പൂൺ ഇട്ടത് കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്ന് കുറുകണ വരെ നമുക്കൊന്ന് ഇളക്കി ഞാൻ എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. നല്ലോണം ഇളക്കി ഒക്കെ ഒന്ന് കുറുകി വന്ന് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഇളക്കി അങ്ങോട്ട് ഇറക്കി വെക്കട്ടോ. അപ്പൊ നല്ല ടേസ്റ്റിയായ പായസം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. തിളക്കിയൊന്നും വേണ്ട. ഫസ്റ്റ് പാല് ഒഴിച്ച് നമ്മളങ്ങോട്ട് ഇറക്കി വെക്കാം. നമുക്കൊന്ന് തേങ്ങാക്കൊത്തും അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറവ് ഒഴിക്കുക. നെയ്യിലൊന്ന് വറവിടാം. അതിന് നമ്മൾ പാനെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നെയ്യിട്ടെടുക്കുക. അപ്പൊ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരട്ടോ. നമ്മൾ തേങ്ങാക്കൊത്തൊന്നൊന്ന് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഒന്നൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക്
അണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി അണ്ടി ഇട്ടെടുക്കട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് മതി, എന്നാലും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് കടിക്കാലോ, അതിന് വേണ്ടി ഇട്ടതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ചെറുപയറും പായസത്തിന് തേങ്ങാക്കൊത്താണ് ഇടുക. അണ്ടി മുന്തിരി ഒന്നും ഓപ്ഷൻ അല്ല, നമ്മളെ ഇഷ്ടത്തിന് ലേശം ഇട്ടതാണ് കേട്ടോ. അതിൽ നമുക്കൊന്ന് കടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. തേങ്ങാക്കൊത്താണ് കാര്യമായിട്ട് ഇടുക ചെറുപയറും പായസത്തിന്. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മളെ താളിപ്പ് പായസത്തിലേക്ക് ഒഴിച്ചെടുത്ത് നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയായ പായസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.